2013 ഈ ദാരുണമായ സംഭവം നടന്നത്. മുഹമ്മദ് ഷെരീഫ് തൻ്റെ 39 വയസ്സുള്ള ഭാര്യ സാബിറയെയും 5ഉം 2ഉം വയസ്സുള്ള 2 പിഞ്ചുമക്കളെയും അതിക്രൂരമായി കൊലപ്പെടുത്തി. ഈ കേസിൽ ജയിലിലായ ഇയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി. 2014 ഏപ്രിൽ 22 വിചാരണ നേരിടാനിരിക്കെ അയാൾ നാടുവിട്ടു മുങ്ങുകയായിരുന്നു. നാടുവിട്ട ഇയാൾ കർണാടകയിലെ ബാംഗ്ലൂരിലാണ് എത്തിയത്. അവിടെ തൻ്റെ പേര് മുഹമ്മദ് യൂസഫ് എന്ന് മാറ്റി പുതിയ ആധാർ കാർഡും റേഷൻ കാർഡും ഉണ്ടാക്കി ഒരു കൊൽക്കത്ത സ്വദേശിനിയെ വിവാഹം കഴിച്ച് 2 മക്കളോടൊപ്പം ടാക്സി ഡ്രൈവറായി സുഖമായി ജീവിച്ചു വരികയായിരുന്നു ഇയാൾ. അതീവ മതവിശ്വാസിയായി ഭക്തിയുടെ കാര്യത്തിൽ ആരും അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ജീവിതമാണ് ഇയാൾ ഇവിടെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയെയും 2 മക്കളെയും യാതൊരു ദയവുമില്ലാതെ കൊലപ്പെടുത്തിയ ഒരാളാണ് ഇയാളെന്നറിഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ ഇയാളുടെ 2ാമത്തെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. വളരെ നല്ലവനായി കരുതിയിരുന്ന ഒരാൾ ഒരു കൊലപാതകിയാണെന്ന് അവിടെ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. 2025 കർണാടക പോലീസ് പഴയ പെൻഡിംഗ് കേസുകൾ പരിശോധിച്ചപ്പോഴാണ് ഇയാളെക്കുറിച്ചുള്ള സൂചന ലഭിക്കുന്നത്. 2014 മംഗലാപുരത്ത് ഒരു ബസ് അടിപിടി കേസിൽ ഇയാൾ പിടിയിലായപ്പോൾ നൽകിയ അരീക്കോട് അഡ്രസ്സാണ് പോലീസിനെ സഹായിച്ചത്. കേരള പോലീസിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ ഫോൺ നമ്പർ കണ്ടെത്തുകയും ടാക്സിയിൽ യാത്രക്കാരനാണെന്ന വ്യാജേന കയറി പോലീസ് ഇയാളെ ഉറപ്പിക്കുകയും ചെയ്തു. ഇയാളെ പോലീസ് പിടികൂടിയപ്പോൾ പുതിയ ഭാര്യയും മക്കളും ആകെ തകർന്നുപോയി. തൻ്റെ ഭർത്താവ് ഇത്രയും വലിയൊരു ക്രിമിനൽ ആണെന്ന് അവർക്കറിയില്ലായിരുന്നു. കൊല്ലപ്പെട്ട സാബിറയുടെയും മാതാപിതാക്കളുടെയും വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെ ഫലമാണ് ഈ അറസ്റ്റ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വിവാഹബന്ധം എന്നത് പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണ്. തൻ്റെ കൂടെ ജീവിതം പങ്കിടാൻ വന്ന സ്ത്രീയുടെ ജീവനും അന്തസ്സിനും സംരക്ഷണം നൽകേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. ഇവിടെ സ്വന്തം സ്വാർത്ഥതക്കോ മറ്റൊരു വിവാഹത്തിനോ വേണ്ടി ആ ജീവനുകളെ ഇല്ലാതാക്കുന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്ത ക്രൂരതയാണ്. 5ഉം 2ഉം വയസ്സുള്ള തൻ്റെ സ്വന്തം മക്കളുടെ ആ അവസ്ഥയിലെ നിസ്സഹായ വിളി പോലും പരിഗണിക്കാതെ തൻ്റെ മനസ്സിലെ നിഗൂഢ ഉദ്ദേശം നടക്കുവാൻ വേണ്ടി അവരുടെ മരണം ഉറപ്പിക്കുന്നതുവരേക്കും അത് നോക്കി നിന്ന ഈ ചെകുത്താനെ, ഉപ്പ എന്ന് വിളിക്കപ്പെടാൻ പോലും അർഹതയില്ലാത്ത ഇയാൾ പുതിയ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ജീവിച്ച് കാണിച്ചത് അതീവ ഭക്തനായി. ഇത്തരത്തിലുള്ള പല ക്രിമിനലുകളും ഇപ്പോൾ മറയാക്കി പിടിക്കുന്നതും ഈ താടിയും തൊപ്പിയും തന്നെ. താടി വളർത്തുന്നതോ തൊപ്പി വെക്കുന്നതോ കൃത്യമായി നിസ്കരിക്കുന്നതോ മാത്രമല്ല യഥാർത്ഥ വിശ്വാസം. അപരനോട്, പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തോട് കരുണ കാണിക്കാത്തവൻ്റെ ഭക്തി വെറും പ്രഹസനമാണ്. പുതുവസ്ത്രം വാങ്ങിത്തരാം എന്നു പറഞ്ഞ് തൻ്റെ രക്തത്തിൽ പിറന്ന 2 പിഞ്ചു മക്കളെയും തന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന ഭാര്യയെയും ഒരു ദയവുമില്ലാതെ കൊന്നു തള്ളിയ ഈ നീചനായ മനുഷ്യന് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകി ഇയാളുടെ ക്രൂര പ്രവർത്തനത്തിനുള്ള പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ആൾമാറാട്ടം നടത്തി ജീവിക്കുമ്പോൾ അവരെ തിരിച്ചറിയാനും നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാനും നമുക്ക് സാധിക്കണം. ഒരു തെറ്റ് ചെയ്ത് വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞാലും ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല എന്നതിന് തെളിവാണ് ഈ അറസ്റ്റ്.